ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ എം തിങ്. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് അഭിന്നക ഗുണനം എന്ന പാഠഭാഗത്തിലെ പേജ് 96-ലെ 4ഉം 5ഉം 6ഉം ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം 4ാമത്തെ ചോദ്യം വായിക്കാം. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് 6 സെന്റിമീറ്റർ. സമ ഷഡ്ഭുജത്തിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. 6 വശങ്ങളുണ്ട്. 6 വശങ്ങളെയും കൂടെ ആകെ തുക സമ 6 സൈഡ്സ്. ആൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് ഓഫ് വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലമാണ് തന്നിരിക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടം വരെ 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിത്രം പൂർത്തിയാക്കി ചെയ്യാം. ഞാൻ ഇതിനെ നോക്കിക്കേ, കോണോട് കോൺ ഓപ്പോസിറ്റ് വെർട്ടെക്സിലോട്ട് ജോയിൻ ചെയ്യുകയാണ്. ഓപ്പോസിറ്റ് വെർട്ടെക്സിലോട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി നോക്കിക്കേ, 6 ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. 1 2 3 4 5 6. ഇതിൽ രണ്ടിലുമാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് ഹൈറ്റ് വരച്ചിരിക്കുന്നത്. ഹൈറ്റ് 6 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. h is equal to 6 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ പകുതിയാണ് ഇത്. പകുതിയാണ് മൊത്തം നീളത്തിന്റെ പകുതി. അപ്പം 6/2 3 സെന്റിമീറ്റർ. അപ്പം ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ. ഇതിനൊന്നും ഞാൻ ഹൈറ്റ് വരച്ചിട്ടില്ല. ഇവിടെ ഹൈറ്റ് വരച്ചാൽ ഇവിടെ 3 ആയിരിക്കും. 3, ഇവിടെയും 3, ഇവിടെയും 3. എല്ലായിടും എന്ത് തന്നെ ആയിരിക്കും? 3 സെന്റിമീറ്റർ വീതമായിരിക്കും ഹൈറ്റ്. അപ്പം ഹൈറ്റ് കിട്ടി. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കിട്ടി. വേണ്ട 6 എണ്ണം കിട്ടി. ഇന്ന് ഒരെണ്ണം ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരച്ചിരിക്കുന്നത്. ഹൈറ്റ് 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് സൈഡ് കണ്ടുപിടിക്കണ്ടേ? സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? h is equal to √3a/2. h എന്ന് പറഞ്ഞാൽ എത്ര? 3. 3 equals √3a/2. ഇവിടെ നോക്കിക്കേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6. 6 is equal to √3a എന്ന് കിട്ടും. അപ്പോഴേ a എത്ര? അപ്പൊ a എത്ര കിട്ടി? a is equal to 6 divided by √3. Multiplying the numerator and denominator by √3 to avoid this irrational. അതായത് റാഷണൽ നമ്പർ ആക്കാൻ, ഡിനോമിനേറ്ററില് റാഷണൽ നമ്പർ ആക്കാൻ വേണ്ടി ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 √3/3 എന്ന് കിട്ടും. കട്ട് ചെയ്യുമ്പോൾ 2. a is equal to 2 √3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഒരു സൈഡ് കിട്ടി. എത്ര? 2 √3 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താ കണ്ടത്? പെരിമീറ്റർ ആൻഡ് ഏരിയ. ഏരിയ ഓഫ് 1 equilateral triangle. ഏരിയ ഓഫ് 1 equilateral triangle equals √3a²/√3/4 a². പിന്നെ പെരിമീറ്റർ ആണ് ആദ്യം ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഈക്വൽസ് 6 വശങ്ങളുണ്ട്. അതുകൊണ്ട് 6a. 6 × a. നമുക്ക് a എത്രയാണ്? 6 × 2 √3 ഈക്വൽസ് 12 √3 ഈക്വൽസ് 12 × 1.732. 1.732 12 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 2 4 6 34. 2 3 7 1 4 8 7 0 2. 3 പ്ലേസ് ഡെസിമൽ മാറ്റുമ്പോൾ 20.784 എന്ന് കിട്ടും. കിട്ടും 20.784 സെന്റിമീറ്റർ. അതിനെ കറക്റ്റ് 2 ഡെസിമൽ പ്ലേസ് ആക്കുവാണെങ്കിൽ 20.78 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് പെരിമീറ്റർ കിട്ടി.
ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണം? ഏരിയ ഈക്വൽസ് √3/4 a square ഈക്വൽസ് √3/4. നമുക്ക് എത്ര കിട്ടിയ? 2√3 അല്ലേ? 2√3 ഹോൾ സ്ക്വയർ ഈക്വൽസ് √3/4 ഇൻറ്റു 2 ന്റെ സ്ക്വയർ 4, √3 സ്ക്വയർ √3 ഇൻറ്റു √3 ഈസ് 3. അപ്പോൾ 4ഉം 4ഉം കട്ട് ചെയ്ത് പോകും. നമുക്ക് എന്ത് കിട്ടും? 3√3 കിട്ടും സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് 1 ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പൊ 6 ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെയും കൂടെ കണ്ടാലേ നമുക്ക് റെഗുലർ ഹെക്സൻ കിട്ടത്തുള്ളൂ. അതെ, അപ്പം നമുക്ക് എഴുതാം ഏരിയ ഓഫ് 6 equilateral triangles equals 6 into 3√3. 6 into 3√3 എത്ര കിട്ടും? ഈക്വൽസ് 18√3 എന്ന് കിട്ടും. 18√3. ഇവിടെ √3 വാല്യൂ കൊടുക്കുക. 18 into 1.732. 1.732 18. 13 2 3 7 1 6 7 1 1 3. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 3 പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുമ്പോൾ 31.176 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഏരിയ ഓഫ് 6 ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെഗുലർ ഹെക്സൺ. നമുക്ക് അങ്ങനെ എഴുതാം. Therefore, ഏരിയ ഓഫ് റെഗുലർ hexagon equals 31.176 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിന് വേണമെങ്കിൽ കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ 1 ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ 31.18 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈക്വൽസ് 31.18 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ അഞ്ചാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. അതായത് രണ്ട് വശങ്ങൾ 6 സെന്റിമീറ്റർ. അപ്പൊ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. സമപാർശ്വ ത്രികോണം, രണ്ട് വശങ്ങൾ തുല്യം. മൂന്നാമത്തെ വശം 8 സെന്റിമീറ്റർ. ഞാൻ ഇവിടെ നിന്നൊരു ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുന്നു, പെർപെൻഡിക്കുലർ. നമുക്ക് എന്താ കണ്ടത്? ഏരിയ ഈക്വൽസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നമുക്ക് ഹൈറ്റ് അറിയോ? ഇല്ല. പൈതോറസ് തിയറം വെച്ചിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കണം. 8 ആകുമ്പോൾ ഇത് 4 4 ആവും അല്ലേ? ബൈസെക്ട് ചെയ്യും. Therefore, hypotenuse square is equal to, നമുക്ക് എന്ത് ചെയ്താൽ hypotenuse square is equal to base square plus altitude square അല്ലെങ്കിൽ height square. Hypotenuse 90 യുടെ ഓപ്പോസിറ്റ് 6. 6 square is equal to base 4 square plus a square. a എന്ന് കൊടുക്കുന്ന ഓൾട്ടിറ്റ്യൂഡിന്. അപ്പം 36 ഈക്വൽസ് 16 പ്ലസ് a square എന്ന് കിട്ടും. അപ്പം therefore a square is equal to 36 minus 16 equals 20 എന്ന് കിട്ടും. Therefore a is equal to, therefore a is equal to root of 20. 20 നമുക്ക് എങ്ങനെ എഴുതാം? 4 into 5 എന്ന് എഴുതി കൂടെ എഴുതാം. റൂട്ട് ഓഫ് 4 എത്രയാണ്? 2. റൂട്ട് ഓഫ് 5 ആയിട്ട് തന്നെ ഇട്ടിരിക്കുക. ദറ്റ് ഈസ് a is equal to 2√5 സെന്റിമീറ്റർ എന്ന് കിട്ടാം. അതായത് ഹൈറ്റ് കിട്ടി. ഹൈറ്റ് is equal to 2 a is equal to, that is, ഇവിടെ ചെയ്യാം. ഹൈറ്റ് is equal to 2√5
സെന്റിമീറ്റർ. ഹൈറ്റ് കിട്ടി. നമുക്ക് ഏരിയ കാണണം. ഏരിയ ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബേസ് എത്ര, മൊത്തം ലെങ്ത് എടുക്കണം, 8 ഇൻറ്റു 2√5. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 2√5. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 2√5. 2ഉം 2ഉം ക്യാൻസൽ ആവും. ഇപ്പൊ എത്ര? ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 2√5 നമുക്ക് എന്താ കിട്ടും? 8√5 എന്ന് കിട്ടും. 8√5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ എ ഈക്വൽസ് 8√5 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് 5ാമത്തെ ചോദ്യം. ഇനി 6ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹോസ് ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആർ ഗിവൺ ബിലോ. 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. ഈ 3 സൈഡും ഡിഫറെന്റ് ആണ്. അതായത് നമുക്ക് സ്കെലിൻ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. സ്കെലിൻ ട്രയാങ്കിൾ ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹെറോൺസ് ഫോർമുല വെച്ചിട്ട്. എന്താണ് ഹെറോൺസ് ഫോർമുല? ഏരിയ ഈക്വൽസ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി പെരിമീറ്റർ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി പെരിമീറ്റർ. അതായത് സം ഓഫ് ദ സൈഡ്സിന്റെ പകുതി. 3 സൈഡിലെ 3 സൈഡിന്റെയും സം കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുന്നതാണ് എസ്. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽസ് ഹാഫ് ഇൻറ്റു 4 പ്ലസ് 5 പ്ലസ് 7. എത്ര? 16 വരും അല്ലേ? 16/2 8 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എസ് എത്ര കിട്ടി? 8 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എസ് മൈനസ് എ, എസ് മൈനസ് ബിയും എസ് മൈനസ് സി ഒക്കെ കണ്ടിട്ട് അതിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എസ് മൈനസ് എ, അപ്പൊ ഈ സൈഡിന് എ ബി സി എന്ന് കൊടുക്കാം അല്ലേ? എ ഇസ് ഈക്വൽ ടു 4, ബി ഇസ് ഈക്വൽ ടു 5, സി ഇസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ. എസ് മൈനസ് എ 8 മൈനസ് 4 equals 4 centimeter. S minus B 8 minus 5 equals 3 centimeter. S minus C is equal to 8 minus 7, that is 1 centimeter. ഇതെല്ലാം സെന്റിമീറ്റർ അവിടെ എഴുതിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എസ് മൈനസ് എയും എസ് മൈനസ് ബിയും എസ് മൈനസ് സിയും കിട്ടി. ഇനി ഈ ഫോർമുലയിലേക്ക് ഹെറോൺസ് ഫോർമുലയിലേക്ക് കൊടുക്കാം. എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് എത്ര? 8 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 1. അപ്പം എത്ര വരും? 8 ഇൻറ്റു 4 ഇൻറ്റു 3 ആണ്. 8 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എത്ര? 4 ഇൻറ്റു 2 എന്ന് എഴുതാം. എന്തുകൊണ്ടാ? 4 പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് അതിന് റൂട്ട് ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. 4 ഇൻറ്റു എത്ര? 3 ഇൻറ്റു 1 റൂട്ട് 4. ഇതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. റൂട്ട് 4 ഇസ് ഈക്വൽ ടു 2. അഗെയിൻ ഇവിടെ റൂട്ട് 2. 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 4 അഗെയിൻ 2. ഇവിടെ റൂട്ട് 3. എത്ര കിട്ടുക? 2 ഇൻറ്റു 2 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3. 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3. നമുക്കിവിടെ റൂട്ട് 2ന്റെയും റൂട്ട് 3യുടെയും വാല്യൂ ഇടാം. നമുക്ക് അത് രണ്ടും അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇടാം. 4 ഇൻറ്റു 1.414, 2 പ്ലേസ് എഴുതിയാൽ മതി. 1.414 ഇൻറ്റു 1.732ന് 1.73 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 4 ഇൻറ്റു 1.414 ഇൻറ്റു 1.73. ഒരു ഡീറ്റും കൂടെ ഉണ്ടായിരുന്നു, അത് എടുത്തില്ല എന്നുള്ള കറക്റ്റ് ആയിട്ട് 2 ഡെസിമൽ പ്ലേസിനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 4 4 4 4 16 5 5.64 എന്ന് കിട്ടും.
into 1.73. 173. 6. 28 to 39. 4, 6, 5. 2, 7, 5. 7, 9. അപ്പോൾ നമുക്ക് 9.7572 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസ് ആകുമ്പോൾ 9.757 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തേന്റെ ഉത്തരം. ഇനി ഇതുപോലെ 2 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം 4 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ. അപ്പം A is equal to 4 സെന്റിമീറ്റർ, B is equal to 13 സെന്റിമീറ്റർ, C is equal to 15 സെന്റിമീറ്റർ. അപ്പോൾ S ആണ്. S is equal to half into A plus B plus C equals half into 4 plus 13 plus 15 equals half into എത്ര വരും? 32 എന്ന് വരും. 2 32ൽ കട്ട് ചെയ്യുമ്പോൾ 16. S is equal to 16 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്കിനി ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽസ് root of S into S minus A into S minus B into S minus C. അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ വിലയിട്ട് ചെയ്യാം, പ്രത്യേകമായിട്ട് ചെയ്യാം. ആദ്യത്തെ കണക്കിൽ കാണിച്ചു തന്ന കണക്ക് പ്രത്യേകമായിട്ട് S minus A, S minus B, S minus C കാണാതെ കണ്ടുപിടിക്കാതെ ഇതിൻ്റെ അകത്ത് തന്നെ വിലയിട്ട് ചെയ്യാം. എസ് എത്ര കിട്ടിയ? 16 അല്ലേ? 16 into 16 minus 4, 16 minus 13, 16 minus 15 equals root of 16 into 16 4 പോയാൽ 12 into ഇവിടെ എത്ര വരും? 3. 16 13 പോയാൽ 3, 16 15 പോയാൽ 1 equals root of 16 into ഇത് രണ്ടും കൂടെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. 12 3 36. അപ്പൊ നോക്കിയാൽ രണ്ടും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണ് കിട്ടിയത്. അപ്പം റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്ര? 4. 36ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 6. 4 into 6 is 24 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഏരിയ എത്ര കിട്ടും? ഏരിയ ഈക്വൽസ് 24 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ. A is equal to 5, B is equal to 12 സെന്റിമീറ്റർ, C is equal to 13 സെന്റിമീറ്റർ. S is equal to half into A plus B plus C equal half into 5 plus 12 plus 13 equal half into എത്ര വരും? 25 30. കട്ട് ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പൊ S is equal to 15 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി S minus A. S minus A is equal to 15 minus 5, 10 സെന്റിമീറ്റർ. S minus B, 15 minus 12 equals 3 സെന്റിമീറ്റർ. S minus C, 15 minus 13 equals 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഏരിയയുടെ ഫോർമുലയിലേക്ക് കൊടുക്കാം. ഏരിയ ഈക്വൽസ് റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C. Root of
s into s minus a into s minus b into s minus c equals root of s എത്ര 15 into 10 into 3 into 3 ആണ് 3 into 2 3 into 2 equals 15 3 into 5 എന്ന് എഴുതാം അല്ലേ 10ന് 2 into 5 എന്ന് എഴുതാം അല്ലേ into 3 into 2 ഓക്കെ 2 3 ഉണ്ട് അല്ലേ അപ്പം 3 into 3 എന്ന് പറഞ്ഞാൽ 9 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ് അപ്പൊ 2 3 ഉള്ളപ്പോൾ ഒരു 3 അങ്ങ് പുറത്തെടുക്കാം ഓക്കെ 2 5 ഉണ്ട് ഓക്കെ ഇവിടെയും 5 ഇവിടെയും 5 ഇത്ര ഒരു 5 അങ്ങ് പുറത്തെടുക്കാം 2 2 ഉണ്ട് നോക്കിക്കേ അപ്പൊ ഒരു 2 അങ്ങ് പുറത്തെടുക്കാം 2 2 എന്ന് പറയുമ്പോൾ റൂട്ട് 2 into റൂട്ട് ഓഫ് 4 റൂട്ട് ഓഫ് 2 into 2 is റൂട്ട് 4 is 2 അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് വീതം പുറത്തെടുക്കുന്നത് അപ്പൊ എത്ര കിട്ടും 15 to 30 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഏരിയ ഈക്വൽസ് 30 സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ 3 ചോദ്യങ്ങൾ ആൻസർ ആയി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി അടുത്ത പോർഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ടിൽ ദെൻ ബൈ ഓക്കെ